ആത്മാവിനാൽ ഏകീകരിക്കപ്പെടുക, യുണൈറ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന മനോഹരമായ ഒരു തീം. എത്ര നന്നായിട്ടാണ് നമ്മുടെ ദൈവദാസന്മാർ അത് വ്യാഖ്യാനിച്ചതും പ്രസംഗിച്ചതും. ദൈവദാസന്മാർ ഇന്ന് രാത്രി ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിയന്ത്രണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ ഈസ് പ്രീച്ചിങ് ഫ്രം ദ പുൽപിറ്റ്. ഒരു കാര്യമില്ല. അല്ലല്ലിയ 12 വർഷം കൊണ്ട് ആലയമൊക്കെ പണിതിട്ട് ശലോമോൻ രാജാവ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അല്ലല്ലേ പുരോഹിതന്മാരൊക്കെ റെഡി, വെൽ സെറ്റിൽ, വെൽ ഡ്രസ്ഡ് ടു മിനിസ്റ്റർ ഇൻ ദ ടെമ്പിൾ. But suddenly the glory of the Lord came and filled the temple. They could not minister. ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിയാട്ട് ഇത്രയും വർഷമായിട്ട് ആലയമൊക്കെ പണിത് ആലയത്തിന് വേണ്ടി പണം കൊടുത്തവർ, ആലയത്തെ ശുശ്രൂഷിക്കുവാൻ റെഡിയായി നിൽക്കുന്ന പാസ്റ്റേഴ്സിനൊന്നും ആലയത്തിനകത്ത് മിനിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അതല്ല ഇമ്പോർട്ടൻ്റ്, ദൈവ സാന്നിധ്യം നിറയപ്പെടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ചർച്ചുകളിലും ഹല്ലേലൂയ പാസ്റ്റർ ഫോക്കസ്ഡ് ആകാതെ, കമ്മിറ്റി ഫോക്കസ്ഡ് ആകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പില്ലറുകൾ ആലയത്തിൽ നെടുകയും കുറുകയും നിന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് ഇന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ്. ഈ ദിവസങ്ങൾ കേട്ടല്ലോ, മോശയോട് ദൈവം പറഞ്ഞ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുവാനൊക്കെ 2 അധ്യായങ്ങളാണ് എടുത്തത്. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുവാൻ 3 തൊട്ട് 4 അധ്യായങ്ങളാണ് സുവിശേഷകന്മാരെടുത്തത്. ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്ര വലിയൊരു ചരിത്രം തന്നെയാണ്. എന്നാലല്ലേ ആ സമാഗമന കൂടാരത്തിൻ്റെ പണി പുറപ്പാട് പുസ്തകം 25 തൊട്ട് അടുത്ത 16 അധ്യായങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ പണിയാണ്. അപ്പോൾ എല്ലാം പ്രൊസഷൻ എല്ലാം നന്നായി പണിത് എല്ലാം കഴിഞ്ഞിട്ടും അവിടെ ഒരു പദം വായിക്കുന്നുണ്ട്, യഹോവ പറഞ്ഞതുപോലെ മോശ ചെയ്തു. ദൈവത്തിൻ്റെ തേജസ് സമാഗമന കൂടാരത്തിൽ നിറഞ്ഞതുകൊണ്ട് മോശയ്ക്കകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. ഞാനായിരുന്നു അടുത്ത സഭ തുടങ്ങിയത്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെ അകത്ത് കയറ്റാത്ത ഒരു സഭയ്ക്കകത്ത് ഞാൻ എന്താ? പക്ഷേ മോശയ്ക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. ഹല്ലേലൂയ, ഞാനല്ല ഇവിടുത്തെ വലിയ പുള്ളി, ഞാനിവിടെ ആരുമല്ല. ദൈവ സാന്നിധ്യം നിറയപ്പെടണം. Hallelujah. The success of the Denver Hallelujah NACOG 2026 is, it's not because of the committee, it's not because of the executive team, it's not because of the ability. The presence of the Holy Spirit is so powerful among us. Hallelujah. എത്ര പേർക്ക് ഇതിനകത്ത് സന്തോഷമുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. It's not because of the 10,000 people that gathered together. It may be 1 or 20 or 30 or 1,000 people. The tangible presence of the Lord. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കട്ടിയുള്ള മേഘം ഇവിടെ ഉണ്ട്. അത് തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തെക്കുറിച്ച് വളരെ വിശദമായി ദൈവദാസൻ പറഞ്ഞതിൻ്റെ പശ്ചാത്തലങ്ങൾ, എന്തിനാണ് ഇത് എഴുതിയത് എന്നൊക്കെ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അധികം അത് എടുക്കുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ വരുവാനുള്ളൊരു കാലഘട്ടത്തെ ചൂണ്ടിക്കാണ്ടിക്കൊണ്ട് യോവേൽ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാലം നിങ്ങളുടെ തൊട്ട് മുമ്പിലുണ്ട്. നമുക്കത് ആവേശം തരുന്നതാണ്. ഇന്ന് നിൽക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, ഇന്നലകൾ കഴിഞ്ഞുപോയ വേദനകളുടെ നടുവിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് കണ്ണുകൾ ഉയർത്തി നമുക്കും പറയുവാൻ കഴിയും, ഞങ്ങളുടെ മുമ്പിലും ഞങ്ങളുടെ തലമുറയുടെ മുമ്പിലും ഒരു കാലമുണ്ട്. ആ കാലമെന്ന് പറയുന്നത് ആത്മവ്യാപാരത്തിൻ്റെ കാലമാണ്. ആ കാലമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്ന കാലമാണ്. ആ കാലമെന്ന് പറയുന്നത് കഴിഞ്ഞുവെന്ന് പറയുന്ന വൃദ്ധന്മാർ വീണ്ടും പുതു സ്വപ്നങ്ങളെ കാണുന്ന കാലഘട്ടമാണ്. ആ കാലമെന്ന് പറയുന്നത് ഞങ്ങളിൽ ദർശനങ്ങളുടെ കാലഘട്ടമാണ്. ഹല്ലേലൂയ. അതാ ഇന്ന് രാത്രി ഞങ്ങളുടെ സന്തോഷമെന്ന് പറയുന്നത്, ദൈവസഭയ്ക്ക് ഒരു നല്ല കാലം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ഒരു നല്ല കാലം തൊട്ട് മുമ്പിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പലതും നമ്മൾ കണ്ട് മനസ്സ് തകർന്നു വരാ, പലതും കണ്ട് അല്ലെങ്കിൽ കേട്ട് നമ്മുടെ കാത് അല്ലെങ്കിൽ മരവിച്ചിരിക്കുക. പക്ഷെ അവിടെ നിന്നൊന്ന് കണ്ണെടുത്തിട്ട് ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ ഇന്ന് രാത്രി ഈ പ്രവചന ദൂതുകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സഭയുടെ സ്വത്തായി മാറണം. ഞങ്ങൾക്കും ഒരു നല്ല കാലമുണ്ട്. യോവാശിൻ്റെ കാലത്തുണ്ടായ മഹാക്ഷാമത്തിൻ്റെ ഭീകരതയെ വിവരിക്കുന്ന യോവേൽ പറയുന്നു, നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാം പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും ഒട്ടുക്കിളിയൊക്കെ ഇഴഞ്ഞു നടക്കുന്നത് കാണാം. വയലും വിളകളും വലകലിയ വൃക്ഷങ്ങളും ഒക്കെ തിന്നു നശിപ്പിച്ചതിൻ്റെ മിച്ചം പോലും അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല. പക്ഷെ അതിൻ്റെ നടുവിൽ എനിക്കൊരു ദൂത് പറയുവാനുണ്ടെന്ന യോവേൽ പറയുന്നത്, ഇത് അല്ലിയ പാപത്തിൻ്റെ ഫലമായിട്ടുള്ളതാണ്. അത് ദൈവസഭ മനസ്സിലാക്കണം. അല്ലിയ വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടത്, പാപത്തോട് അന്നും ഇന്നും ദൈവത്തിന് ഒരേ മനോഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെട്ടു പോകുന്നതല്ല ദൈവവചനത്തിൻ്റെ സന്ദേശം. വിശുദ്ധിയുടെ പ്രമാണത്തിന് ഹല്ലേലൂയ മുളക്കടയിൽ തുടങ്ങിയാലും പുനലൂർ തുടങ്ങിയാലും കുമ്പനാട് തുടങ്ങിയാലും അമേരിക്കയുടെ മണ്ണിൽ കാലുകുത്തിയാലും വിശുദ്ധിയുടെ പ്രമാണത്തിന് മാറ്റമില്ല എന്ന പരമസത്യം തിരിച്ചറിയണം. പാപത്തോട് അന്നും ഇന്നും ദൈവത്തിന് ഒരേ മനോഭാവമാണ്. ദൈവത്തിൻ്റെ ദൂത് കേൾക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം.
ഹല്ലേലൂയ. പരിഹാരമുണ്ടാകുവാൻ, തുള്ളനെ ഓടിക്കുവാൻ, വിട്ടുക്കളി ഓടിക്കുവാൻ, പച്ചപ്പുഴുവിനെ ഓടിക്കുവാൻ ഒക്കെ ഒറ്റ മാർഗമേ ഉള്ളൂ: മാനസാന്തരപ്പെടണം. ഏത് പ്രവാചകൻ വന്നിട്ടും കാര്യമില്ല, ഏത് പാസ്റ്റർ പ്രസംഗിച്ചിട്ടും കാര്യമില്ല, വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ചർച്ച് നീഡ് ടു റിട്ടേൺ ടു ദ റിപ്പൻറ്റൻസ്. ദൈവസഭ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരണം. അപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? മാനസാന്തരത്തിന് രണ്ട് വശങ്ങളുണ്ട്. ബട്ട് പെന്റിക്കോസ്റ്റൽസ് ആർ ഓൾവേസ് ഫോക്കസ് ഓൺലി ഓൺ ദ വൺ സൈഡ് ഓഫ് ദ റിപ്പൻറ്റൻസ്. The repentance that lead to salvation. രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരത്തെയാണ് നമുക്ക് വലിയ ഇഷ്ടമല്ലിയ. യേശുവിനെയൊക്കെ രക്ഷകനായി അംഗീകരിച്ച് സ്വർഗത്തിൻ്റെ മഹിമകളെ വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ച് മരക്കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു രക്ഷിക്കപ്പെട്ടു, പാപവഴികളെ വിട്ടു. അവിടം കൊണ്ട് അവസാനിക്കുന്നത് പലപ്പോഴും ആത്മീകരം അഭിമാനിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പെന്തിക്കോസ്ത് സമൂഹത്തിൻ്റെ മാനസാന്തരം. പക്ഷേ ദൈവമക്കളെ, മാനസാന്തരത്തിന് ഒരു മറുവശമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അറിയണം. Not only the repentance leading to the salvation, the repentance that lead to sanctification. അല്ലേ? വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന ഒരു മാനസാന്തരമുണ്ട്. അത് ദിവസം മുഴുവനും, മാസം മുഴുവനും, വർഷം മുഴുവനും ദൈവമക്കൾ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ദൈവസഭകൾക്കകത്ത് മുഴങ്ങിക്കേൾക്കേണ്ട സന്ദേശത്തിൻ്റെ കാതൽ ഇതാണ്: ദൈവസഭ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരു മണവാട്ടിയെ തേടി സ്വർഗം ഇറങ്ങി വരുമ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ പ്രസംഗത്തിന്റെ മാധുര്യമല്ല, പാട്ടിന്റെ സ്വരമല്ല ദൈവത്തിന് കേൾക്കേണ്ടത്. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട ആദരങ്ങളും ഹൃദയങ്ങളുമാ സ്വർഗം ഇന്ന് രാത്രി തുറച്ചു നോക്കുന്നത്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. അത് പുരോഹിതനും മാനസാന്തരപ്പെടണം, യവനക്കാരും മാനസാന്തരപ്പെടണം, മൂപ്പന്മാരും മാനസാന്തരപ്പെടണം, മണവാളനും മണവാട്ടിയും മാനസാന്തരപ്പെടണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു പതിവ് പരിപാടിയുണ്ട്. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ നിങ്ങളങ്ങ് വസ്ത്രം വലിച്ചു കയറും. എൻ്റെ കൂടെ ഉണ്ട് യോവേൽ പ്രവചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്ന പോലെ വസ്ത്രങ്ങളെ അല്ല ഇനിയും കീറേണ്ടത്. ഞാനിവിടെ നിന്നുകൊണ്ട് എനിക്ക് ദേഷ്യം വന്ന് ഉടുപ്പ് വലിച്ചു കയറിയാൽ അടുത്ത കടയിൽ പോയി വേറെ ഉടുപ്പ് ഞാൻ വാങ്ങിച്ചിടും. നമ്മളത് സ്ഥിരം ചെയ്യാറുള്ളത് അല്ലേ? ഒരു പ്രസംഗം കേൾക്കുമ്പം ഈ പുറമേയുള്ള ഉടുപ്പൊന്ന് വലിച്ചു കയറും, പുറത്തിറങ്ങി കഴിയുമ്പോൾ അടുത്ത ഉടുപ്പ് വേറെ വാങ്ങിച്ചിടും. പ്രൈസ് ദി ലോർഡ്. ആരെ നാം എന്നും പറയും, ആരെങ്കിലും പറയും അന്നാ ക്ഷമ ചോദിച്ചേര്, ക്ഷമ ചോദിക്കും, പുറത്തിറങ്ങിയിട്ട് വേറെ ഉടുപ്പ് വാങ്ങിച്ചിടും നമ്മൾ. ഇവിടെ പ്രവാചകൻ പറയുക, ആ പരിപാടി ഇവിടെ നിർത്ത്. വസ്ത്രം കീറുന്ന പരിപാടി നിർത്തിയിട്ട് ഹൃദയം വലിച്ചു കീറണം. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറണം. ഇന്ന് രാത്രിയിൽ ഉപവാസം എന്ന് പറയുന്നത് അല്ലീയ മണവാളനും മണവാട്ടിയും മൂപ്പനും പുരോഹിതനും പാസ്റ്ററും ബിഷപ്പും എല്ലാവരും ഒരുമിച്ച് we need to kneel down and fasting. Not only rending and tearing the cloth, we need to rend our hearts. ഹൃദയങ്ങളെ കീറണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തുന്നിക്കെട്ടാൻ പറ്റാത്തതുപോലെ അത്യുന്നതൻ മാത്രം വിചാരിച്ചാൽ തുന്നിക്കെട്ടുവാൻ കഴിയുന്ന ചില മുറിവുകളാണ് മാനസാന്തരം. ഹല്ലേലൂയ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് മാത്രം ഉണക്കുവാൻ കഴിയുന്ന ചില മുറിവുകളുടെ പേരാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്ന മാനസാന്തരം. ഹല്ലേലൂയ. അങ്ങനെ മാനസാന്തരത്തെയാ വേദപുസ്തകം വിശദീകരിക്കുന്നത്. ദാവീദ് എന്തൊരു പാട്ടാണെന്നറിയാമോ? എന്തൊരു പ്രസംഗമാണ്. ഹല്ലേലൂയ. പെട്ടകത്തിൻ്റെയൊക്കെ തുള്ളിക്കടന്ന് തുള്ളുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളും കൂടെ തുള്ളിപ്പോകും. ഹല്ലേലൂയ. സങ്കീർത്തനം എഴുതാൻ കുഴപ്പമില്ല. ഐ എം നോട്ട് അഗൈൻസ്റ്റ് ഡേവിഡ്. ഐ പ്രീച്ച് അബൌട്ട് ഡേവിഡ് ഓൾ ദ ടൈം. ഐ റീഡ് സാംസ് ഓഫ് ദ ഡേവിഡ്. മോസ്റ്റ് ഓഫ് ദ ഡേവിഡ് സാം ഐ നോ ഇറ്റ് ബൈ ഹാർട്ട്ലി. ഐ എം നോട്ട് അഗൈൻസ്റ്റ് ദാറ്റ്, ബട്ട് ഐ എം സ്പീക്കിംഗ് ദ ട്രൂത്ത് ടുനൈറ്റ്. ഹല്ലേലൂയ. പാപം ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടും സങ്കീർത്തനം എഴുതാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പാപം ചെയ്തും പ്രസംഗിക്കുന്നവരുണ്ട്. പാപം ചെയ്തിട്ടും പാട്ട് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പാപം ചെയ്തിട്ടും സ്തോത്രം പറഞ്ഞേക്കാം, അന്യഭാഷ പറഞ്ഞു നോക്കിയേക്കാം. പക്ഷേ ഹല്ലേലൂയ, ദാവീദിന് ഒരു ദിവസം മനസ്സിലായി, ഹല്ലേലൂയ, കൊണ്ടുവെക്കുന്ന യാഗത്തിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് ഹനനയാഗങ്ങൾക്ക് നിനക്ക് പ്രസാദമില്ല, ഹോമയാഗങ്ങളിൽ നിനക്ക് പ്രസാദിക്കുന്നില്ല. അവിടെ ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ഹനനയാഗമുണ്ട്. അത് തകർന്നിരിക്കുന്ന ഹൃദയമാണ്, അത് ഉടഞ്ഞ ഹൃദയമാണ്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, എനിക്ക് റിപ്പയർ ചെയ്തൊരു ഹാർട്ട് വേണ്ട, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ലോർഡ്. ഒരു പുതിയ ഹൃദയം എനിക്ക് വേണം. ഇന്ന് രാത്രി മാനസാന്തരം എന്ന് പറഞ്ഞാൽ പഴയത് മാറ്റി ഒരു പുതിയത് സ്ഥാപിക്കുന്ന, അതിൻ്റെ പേര് റീസ്റ്റോറേഷൻ. ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ദൈവസഭയ്ക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു പുതിയ ഹൃദയമാണ്.
കല്ലായുള്ള ഹൃദയം മാറിയിട്ട് മാംസമായുള്ള ഹൃദയം വരുമ്പോൾ അവിടേക്ക് പെയ്തിറങ്ങുന്ന മാരിയുടെ പേരാണ് ആത്മമാരി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പഴയതിനെ പുതുക്കുന്നതും പഴയതിനെ വെച്ച് കെട്ടുന്നതും പഴയതിന് മിനുക്കിയിട്ട് പെയിന്റ് അടിക്കുന്ന ശുശ്രൂഷയല്ല ആത്മീയ ശുശ്രൂഷ. ഇതാ ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു, ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു ആത്മീയ ചലനമുണ്ടാകണം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതിനുശേഷമോ ഏതിനു ശേഷമോ ഈ സംഭവം നടന്നാൽ, മാനസാന്തരപ്പെട്ടാൽ, വിധേയപ്പെട്ടാൽ, ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അസാധാരണ ദൈവ തേജസ്സാണ്. ആ ദൈവ തേജസ്സിൻ്റെ പേരാണ് ഞാൻ മാരി പെയ്തിറക്കുന്നത് പോലെ, മഞ്ഞു പൊഴിക്കുന്നത് പോലെ, പെരുവെള്ളം പ്രവാഹം പോലെ ഇറങ്ങി വരുന്നത് പോലെ സർവ്വജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. Hallelujah. Churches, hallelujah. Every churches in Nakog, are you expecting a revival in your local churches, in your district, in your state? Do one thing, repent and return to the Lord. Return to the word of God. I preach and prophesy tonight, the Spirit of the Lord is going to come upon you. It's going to shadow over you. It's going to like a latter rain. It's going to overflow. Hallelujah. പരിശുദ്ധാത്മാവ് മാരി പോലെ പെയ്ത് ഇറങ്ങിയിരിക്കുമെന്നേ. അതിൻ്റെ നിവൃത്തിയാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന അവർ ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പ്രവാഹമായി, അഗ്നിനാവുകളായി, അഗ്നിത്തൂണുകളായി, അന്യഭാഷ അടയാളത്തോടെ ജനത്തിൻ്റെ മേൽ പെയ്തിറങ്ങി. അവിടെ നിന്നുകൊണ്ട് എനിക്ക് തന്ന സന്ദേശത്തെ ഒന്ന് തൊട്ടിട്ട് ആത്മാവിനെ നയിക്കുന്ന പോലെ മുന്നോട്ട് പോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്നോട് ഇന്ന് രാത്രി ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ ദൈവദാസന്മാർ പ്രാർത്ഥനാപൂർവ്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്കായി ആ വാക്യം ഒന്ന് വായിച്ച് ചില ആത്മീയ ചിന്തകൾ വേഗത്തിൽ നമുക്ക് ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 3-6. ടൈറ്റിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് 1 body, 1 spirit and 1 mission. അതിനെ എനിക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമല്ല. ക്രിസ്തുവിൻ്റെ ഏക ശരീരമായ സഭയിൽ പരിശുദ്ധാത്മാവെന്ന ഏക ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ സഭ ഏക ദൗത്യത്തിലേക്ക് എത്തിച്ചേരുന്നു. സഭയിലുള്ളവരുടെ ചിന്താഗതികളെ, മനോഭാവങ്ങളെ ഒറ്റ വലയത്തിൽ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും പിതാവായ ദൈവനും ഒരുവൻ അത്രേ. സ്തോത്രം. 4 ചിന്തകളാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളുമായി ഈ വിഷയവുമായി യുണൈറ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഓൾസോ 1 body, 1 spirit and 1 mission എന്ന ചിന്തയിൽ നിന്ന് പങ്കുവെക്കുവാനുള്ളത്. എന്നാൽ 4 പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന് നിർബന്ധമുണ്ടെങ്കിൽ 1 മതിയല്ലോ നമുക്ക് ചിന്തിക്കും. 4 ചിന്തകൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് അല്പം വിശദീകരണത്തിലേക്ക് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. 1, ഹല്ലേലൂയ, ദ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഇറ്റ്സ് യുണൈറ്റ്സ് ദ പീപ്പിൾ. വ്യക്തികളെ തമ്മിൽ ഏകോപീഭവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കാം. പരിശുദ്ധാത്മാവാണ് ദ ഹോളി സ്പിരിറ്റ് യുണൈറ്റ്സ് ദ ജനറേഷൻ. തലമുറകൾ തമ്മിലുള്ള അന്തരം മാറ്റിയെടുക്കുന്ന, നമ്മെ ഒന്നിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദ ഹോളി സ്പിരിറ്റ് യുണൈറ്റ്സ് ദ മിനിസ്ട്രീസ് ഇൻ ദ ചർച്ച്. ദൈവസഭയിലുള്ള ശുശ്രൂഷകളെ ഏകോപിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദ ഹോളി സ്പിരിറ്റ് യുണൈറ്റ്സ് അസ് ടു വിറ്റ്നസ് ഫോർ ദ ക്രൈസ്റ്റ് ഓർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി സാക്ഷികളായി, വക്താക്കളായി മാറുവാൻ നമ്മെ ഒരു ദൗത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വേഗത്തിൽ 1-ാമത്തെ ചിന്തയിലേക്ക് നാം പോകുകയാണ്. ഹല്ലേലൂയ. 1, ദ ഹോളി സ്പിരിറ്റ് യുണൈറ്റ്സ് ദ പീപ്പിൾ. വ്യക്തികളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ വായിച്ച അപ്പോസ്തലപ്രവൃത്തിയിൽ വിഭിന്ന ചിന്താഗതിക്കാരായ ശിഷ്യന്മാരാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പത്രോസിൻ്റെ ചിന്ത വേറൊന്ന്, ഹല്ലേലൂയ, അന്ത്രയോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ആത്മനിറവ് പ്രാപിക്കുന്നതിന് മുമ്പ് വാ തുറന്നാൽ ഇവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹല്ലേലൂയ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ പിൻപറ്റി ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഹല്ലേലൂയ. ആത്മനിറവില്ലാത്തവരായി ഈ ചോദ്യം ചോദിക്കുന്നത്, എന്ത് കിട്ടും, എന്ത് കിട്ടും? ഹല്ലേലൂയ. എവിടെ പോയാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ആത്മനിറവില്ലാത്തവർ ചോദിക്കും, ഹല്ലേലൂയ, ഇടത്താണോ വലത്താണോ ഞങ്ങൾക്ക് കസേര കിട്ടാൻ പോകുന്നത്? സ്തോത്രം. ആത്മനിറവില്ലാത്തവൻ ചോദിക്കും, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ, ഹല്ലേലൂയ, നിങ്ങൾ അങ്ങയെ സേവിക്കാൻ ഇറങ്ങി, ഹല്ലേലൂയ, ഞങ്ങളിൽ ആരാ വലിയവൻ? ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്നതിൽ ആരാ വലുത്? സ്തോത്രം. പ്രസംഗമാണെന്ന് എനിക്കറിയാം, കൺവെൻഷൻ പ്രസംഗമാണെന്നറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കാൻ, ഇവിടെ ഇരിക്കുന്ന ആരാ വലുത്? ഒരാളെങ്കിലും പറഞ്ഞാട്ടെ. അപ്പോൾ ഇത് അത്ര അറിഞ്ഞാൽ മാത്രം മതി. ഞങ്ങൾ ആരും വലിയവരല്ല.
സ്തോത്രം. ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ചെറുതാരെന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അത് കിട്ടാൻ പാടാ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ 5 വർഷവും തൻ്റെ മിനിസ്റ്റീരിയൽ എക്സ്പീരിയൻസ് ഒന്ന് പറയാറുണ്ടായിരുന്നു. Every 5 years he renew his ministerial experience. When he was writing the book of Corinthians, he was around 55 years old. Theologically, it may be correct or wrong. Don't try to correct it now, hallelujah. You can make more research on that. 1 Corinthians 15:9 പൗലോസ് പറയുന്നു, hallelujah, I don't want to explain all the verses, hallelujah. I am the least among all the apostles. hallelujah. വഴിവക്കിലും പുഴവക്കിലും കരയിലും കടയിലും നടന്നും ഹല്ലേലൂയ നിന്നും പ്രസംഗിച്ചെന്ന താത്വികനായ ഹല്ലേലൂയ വാക്ചാതുര്യമുള്ള വാഗ്മിയായ പണ്ഡിത ശ്രേഷ്ഠനായ പൗലോസ് പറയുന്നു, ഐ ആം ദ ലീസ്റ്റ് അമംഗ് ഓൾ ദി അപ്പോസ്റ്റൽസ്. സകല അപ്പോസ്റ്റലന്മാരിലും ഞാനാണ് ഏറ്റവും. പാസ്റ്റർമാരുടെ ഇടയിലെ പ്രസംഗം തീരാൻ ഈ ഒറ്റ സാക്ഷ്യം മതി. ഞാനാണ് സകല പാസ്റ്റർമാരെക്കാളിലും ഏറ്റവും കൊച്ചു പാസ്റ്റർ. അപ്പോഴേ പ്രശ്നം തീർന്നു. ആഫ്റ്റർ 5 years, when he was 60 years old, that was the time that he was writing, hallelujah, the book of Ephesians. Chapter 3 verse 8 says, Ephesians 3:8 പൗലോസ് പറയുന്നു, I am least among all the saints. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറുത് ഞാനാണെന്ന്. അപ്പോൾ പാസ്റ്റർ എന്നുള്ള കുപ്പായം മാറ്റി താഴോട്ടിറങ്ങിയിട്ട് പറഞ്ഞു, എല്ലാ വിശുദ്ധന്മാരെക്കാട്ടിലും ആരാ ചെറുത്? ഞാനാ ചെറുതെന്ന്. പ്രശ്നം മറന്നുണ്ടോ? സഭയിലെ പ്രശ്നം മറന്നു കണ്ടോ? മൂന്നാമത്, the third, hallelujah, when he was writing, hallelujah, 1 Timothy, he was around 65 years old. And he was telling that, hallelujah, I am the least, that means I am the chief of all the sinners. ദൈവത്തിൻ്റെ ക്രിസ്തുവേശുവിൻ്റെ വചനം പാപികളെ രക്ഷിപ്പാൻ യോഗ്യമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. നോക്കിയാടെ ഹല്ലേലൂയ. ആരുടെ കൂട്ടത്തിൽ കൊണ്ടു നിർത്തിയാലും എനിക്ക് തലക്കനമില്ലെന്ന് പറയുന്നവനാണ് യഥാർത്ഥ ആത്മീയൻ. അതിൻ്റെ അർത്ഥം പൊസിഷൻ ഇല്ലെന്നോ, അതിൻ്റെ അർത്ഥം ശുശ്രൂഷയില്ലെന്നോ, അതിൻ്റെ അർത്ഥം അവകാശങ്ങളില്ലെന്നോ അധികാരമില്ലെന്നോ അല്ല. എൻ്റെ അകത്ത മനുഷ്യൻ പറയണം, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞു വരുന്ന സന്ദേശം ഇതാണ്. ആത്മനിറവില്ലാത്തവൻ്റെ ലക്ഷണമാണ് അധികാരം പറയുന്നതും അവകാശം പിടിച്ചു വാങ്ങുന്നതും. ആത്മനിറവില്ലാത്തവനാണ് ഈ ലോകത്തിലെ താൽക്കാലിക മോഹങ്ങളെ വൻകാര്യങ്ങളായി പറയുന്നത്. ഇവർ ആത്മനിറവ് പ്രാപിച്ചപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവർക്കൊക്കെ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം. ഹല്ലേലൂയ. കാരണം ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തപ്പോൾ തന്നെ 3 സ്പെഷ്യൽ മിനിസ്ട്രിയാണ് അവർക്ക് അസൈൻമെൻറ്റ്. ഒന്ന് തന്നോട് കൂടെ ഇരിപ്പാൻ, 2 പ്രസംഗിപ്പാൻ അയപ്പാൻ, 3 ഭൂതങ്ങളെ അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ. ഈ 3 മിനിസ്ട്രി ഉണ്ടെങ്കിൽ പിന്നെ ഏത് വഴികളിലാണ് പഠിക്കാൻ പോകേണ്ടത്? ഈ 3 മിനിസ്ട്രി ഉണ്ടെങ്കിൽ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? ഒരു സംഘടനയിലും ചേരേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും വലിയ വെൽ ക്വാളിഫൈഡ് അല്ലേ? They walked with Jesus. They recognized, hallelujah, all the heavenly gifts. ഇപ്പം ഹല്ലേലൂയ. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം അവരോട് പറഞ്ഞു, നല്ല കാര്യം, ഇവർക്ക് കൃപാവരം ഉണ്ടെന്നൊരു തെളിവും കൂടെ ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. സമയത്തിൻ്റെ പരിധി എനിക്കറിയാം. ഹല്ലേലൂയ. ഒരിക്കൽ യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേറൊരു കൂട്ടർ നിന്ന് പരസ്യയോഗം നടത്തുന്നു. വഴി ശമരിയിൽ നിന്നുകൊണ്ട് ഭയങ്കര പരസ്യയോഗമാണ്. അവർ നമ്മുടെ സംഘടനപ്പെട്ടവർ, ചുരുക്കം പറഞ്ഞാൽ ചർച്ച കൂടുകാരല്ല. അവർ IPC-ക്കാരല്ല, ശാരോങ്കാരല്ല, യേശുവിൻ്റെ സംഘടനപ്പെട്ടവരല്ല. അപ്പോൾ ഉടനെ ഈ യാക്കോബും യോഹന്നാനും കൂടെ പറയുക, ഏലിയാവ് ചെയ്തതുപോലെ ഞങ്ങൾ ആകാശത്തുനിന്ന് തീയിറക്കി ഇവന്മാരെ ദഹിപ്പിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആരോടാ പറയുന്നത്? യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ ആകാശത്തുനിന്ന് തീയിറക്കിയിട്ട് ഇവരെ എന്ത് ചെയ്യട്ടെ. അങ്ങനെ പറയണമെങ്കിൽ അവർക്ക് നല്ല ഉറപ്പായിരുന്നു, അവർ പറഞ്ഞാൽ എന്തോ ഇറങ്ങും, തീ ഇറങ്ങുമെന്ന്. അപ്പം കാര്യം മനസ്സിലായല്ലോ. യേശുവിനോട് ഇത് പറയണമെങ്കിൽ അത്ര ചങ്കുറപ്പായിരുന്നു. എൻ്റെ ചരിത്രം ഞാൻ പറയുന്നില്ല. ഇവരോടാണ് യേശു പറയുന്നത്. ലൂക്കോസ് 24:49. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരം വിട്ട് പുറത്തു പോകരുത്. പ്രൈസ് ഗോഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. കൃപയില്ലാതെ പ്രസംഗിക്കരുത്, അഭിഷേകമില്ലാതെ പാട്ട് പാടരുത്, ഹല്ലേലൂയ, ആത്മനിറവില്ലാതെ ഹല്ലേലൂയ ഒരു ആത്മീയ ശുശ്രൂഷയും ചെയ്യരുത്. ഇന്ന് രാത്രികാലം അഭിഷേകത്തിൻ്റെ നിറവിൽ പുറത്തിറങ്ങുന്നവരെ എവിടെയും വിജയിച്ചിട്ടുള്ളൂ. ആത്മനിറവിൽ അതിരം തുറന്നാൽ, ആത്മനിറവിൽ കൈകൊട്ടിയാൽ, ആത്മനിറവിൽ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ അവരുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് ആർക്കും പിടിച്ചെടുക്കുവാൻ കഴിയാത്ത ആത്മനിറവ് പ്രാപിച്ചവരെ ഇവരെ ഒന്നാക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഇവരെല്ലാം അസൂയപ്പെട്ടവരാണ്. അല്ലെ, യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്നാൽ അവർക്ക് അസൂയ. ഇടത്തും വലത്തും കസേര ചോദിച്ച യാക്കോബിനോട് യോഹന്നാനോട് അസൂയ. ഹല്ലേലൂയ. പത്രോസേ, നിൻ്റെ മേൽ ഞാൻ സഭ പണിയുമെന്ന് പറഞ്ഞാൽ അതിൽ അസൂയ. ആകെ പ്രശ്നമാണ്. പക്ഷേ ആത്മനിറവ് പെന്തിക്കോസ്ത് നാളിൽ ഹല്ലേലൂയ മാളിക മുറിയിൽ പെയ്തിറങ്ങിയപ്പോൾ അവരുടെ ആദരത്തെ പരിശുദ്ധാത്മാവ് തൊട്ടു. ആത്മനിറവ് നമ്മെ തൊട്ടെന്ന് അറിയുന്നത് നമ്മുടെ ആദരത്തിൽ ആദ്യമേ തൊടണം. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അന്യഭാഷ പറയുന്നതിന് മുമ്പ് മാതൃഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം.
മാതൃഭാഷയിൽ ഭർത്താവിനോടും ഭാര്യയോടും കുഞ്ഞുങ്ങളോടും മര്യാദയ്ക്ക് സംസാരിക്കാത്ത ഒരു അന്യഭാഷ അല്ലെന്ന്. ഹലോ, നിങ്ങൾ ഓർക്ക് ഈ ഭാഷ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? എല്ലാവരും ഒരുപോലെ പ്രസംഗിക്കാനായിരുന്നു പിന്നെ ഒരാളെ വിളിച്ചോ പോരായിരുന്നു? അതുകൊണ്ടാണല്ലോ എല്ലാവരും മാറി മാറി വിളിച്ചിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് കിട്ടിയ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ പിന്നെ ഒരിക്കൽ പോലും അവർ ചോദിച്ചിട്ടില്ല എവിടെ ഇരിക്കാമെന്ന്. ആത്മനിറവ് പ്രാപിച്ച പത്രോസും യാക്കോബും യോഹന്നാനും ഫിലിപ്പോസും ബർത്തലോമായും മത്തായിയും ഹല്ലേലൂയ ചോദിച്ചിട്ടില്ല ഞങ്ങളിൽ ആരാ വലിയവനെന്ന്. അവരൊരിക്കലും ചോദിച്ചില്ല ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്. അവരൊരിക്കലും ചോദിച്ചില്ല. പിന്നെ അവരെന്താ പറഞ്ഞത്? ഹല്ലേലൂയ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നസ്രനായ യേശുവിൻ്റെ നാമം. കണ്ടോ ആത്മാവ് വരുത്തുന്ന മാറ്റം? ആത്മാവ് വരുത്തിയ മാറ്റം കണ്ടോ? തിളക്കമുള്ള പൊന്നിനേക്കാൾ, തിളക്കമുള്ള വെള്ളിയേക്കാൾ, വിലപിടിപ്പുള്ള രക്തങ്ങളെക്കാൾ ഞങ്ങളുടെ അകത്ത് കയറിപ്പറ്റിയത് ക്രിസ്തുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. അവർ പറയുന്നു ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാമെന്ന്. അവർ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, മറ്റൊരുത്തരും രക്ഷയില്ലെന്ന്, യേശുവിൽ മാത്രമാണെന്ന്. അപ്പോസ്തലന്മാരുടെ അതിരത്തിൽ നിന്ന് എന്താ പുറത്തു വന്നത്? ഈ മണ്ണിലെ വിളങ്ങുന്ന താൽക്കാലിക ഭോഗങ്ങൾക്കപ്പുറത്ത് വിണ്ണിന്റെ വൈശിഷ്ട്യമേറിയ ആത്മീയ നന്മകളുടെ മുത്തുകൾ കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞു. പിന്നെ അവർ പറയുന്നത് മൊത്തം വിളിയാലുള്ള ആശ, നിത്യതേജസ്സിന്റെ കനം, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി. ഇതിനെക്കുറിച്ച് അവർ പറയുന്നത്. എന്താ ദൈവമക്കളെ ഇതിന് കാരണം? എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഫിലിപ്പോസിനെയും ഒന്നാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. This is exactly what happens in our local churches, in our community. When the Spirit of the Lord come upon us, we will be one in Christ. ഹല്ലേലൂയ. ഭാഷാ വ്യത്യാസങ്ങൾ മാറുന്നത്, ആശയ വ്യത്യാസങ്ങൾ മാറുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നത് ആത്മവ്യാപാരം സഭയിലുണ്ടാകുമ്പോഴാണ്. എത്ര പേര് കൊതിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ സഭ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ? കൊരിന്ത്യ സഭയുടെ പ്രശ്നം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, അവിടെ പക്ഷക്കാർ, നല്ല പക്ഷക്കാരൊക്കെയാണ്. പൗലോസിൻ്റെ പക്ഷക്കാരുണ്ട്. എൻ്റെ കുഴപ്പം എന്താ? പൗലോസ് നല്ല ആളല്ലേ? സഭ സ്ഥാപിച്ച പൗലോസിൻ്റെ പക്ഷക്കാരുണ്ട്. സ്തോത്രം. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കുക്ക് സാഹിബിൻ്റെ പക്ഷക്കാരുണ്ട്. സ്തോത്രം. അപ്പല്ലോസിൻ്റെ പക്ഷക്കാരുണ്ട്. പിന്നീട് വന്ന ഓവർസിയർമാരെല്ലാം നല്ലവർ. എനിക്ക് എല്ലാവരോടും ബഹുമാനം. തോമസ് സാറിനെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ദേവദാസനാണ്. നമ്മൾ അവരുടെ പക്ഷക്കാരാണ്. സ്തോത്രം. കുറച്ച് പേര് പറയുന്നു ഞങ്ങൾ യേശുവിൻ്റെ പക്ഷക്കാരാണ്. ഹല്ലേലൂയ. പൗലോസോടെ പറയുകയാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പക്ഷം മാത്രം മതി. സ്തോത്രം ഹല്ലേലൂയ. യഹോവയുടെ പക്ഷത്തുള്ളവരാ മാറി നിൽക്കേണ്ടത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, വാളിന് ഒഴിഞ്ഞു മാറണമെങ്കിൽ, അല്ലെങ്കിൽ മരണദൂത് മാറണമെങ്കിൽ, വെട്ടുന്ന വാളിൻ്റെ അല്ലെങ്കിൽ വായ്ത്തലയ്ക്ക് മാറി നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കട്ടെ. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കത്തുള്ളൂ. സഭകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു അശുദ്ധ ശക്തികളുണ്ട്. ഇന്ന് രാത്രി അതിൻ്റെ മുനയൊടിക്കുന്നത് ആത്മവ്യാപാരത്തിലാണ്. അശുദ്ധ ശക്തികളെ ആട്ടിപ്പായിക്കുവാൻ അഭിഷേകം പ്രാപിച്ച അഭിഷിക്തന്മാർ ഹല്ലേലൂയ ഇന്ന് രാത്രി എവരി സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ ഇൻ ദ ചർച്ചസ് ഹല്ലേലൂയ റിഗാർഡ്ലെസ് ഓഫ് ദ ഹല്ലേലൂയ ഓർഗനൈസേഷൻ അല്ല, ഇന്ന് രാത്രി സഭകൾക്കകത്തുള്ള വിഭിന്നതകൾ മാറുന്നത് ആത്മവ്യാപാരം ഉണ്ടാകുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഒരു ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് നമ്മെ ഒരുമിച്ച് പണിയുന്നുവെന്നാണ് എഫേസ്യർ 2:22 നാം വായിക്കുന്നത്. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്തൊരു ഭാഗം എനിക്ക് അല്പം കൂടെ ഫോക്കസ് ചെയ്യുവാൻ താല്പര്യമുണ്ട്. സ്പിരിറ്റ് യുണൈറ്റ് ജനറേഷൻ. One of the greatest challenges as a pastor, being in this land for almost 25 years, pastoring in different churches, hallelujah. The greatest challenges as ministers and local church pastors are facing is generational gap. പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള പ്രശ്നം. ആരംഭത്തിൽ ഞാൻ ഐ കെയിം ഫ്രം ബാംഗ്ലൂർ സിറ്റി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ EJ ജോൺസണൊക്കെ ഞങ്ങൾ ഒത്തിരി അടുത്ത കുടുംബത്തിൽ ഹല്ലേലൂയ ഒരു സഹകരിക്കുന്നവരാണ്. ബാംഗ്ലൂരിലും ഇംഗ്ലീഷ് ചർച്ചിലെ പാസ്റ്ററായിരുന്നു കുറേ നാൾ. പക്ഷേ ഈ അമേരിക്ക വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇംഗ്ലീഷും മലയാളം തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല. പിന്നെ മനസ്സിലായത് ഇംഗ്ലീഷും മലയാളം തമ്മിലല്ല പ്രശ്നമെന്ന്. സ്തോത്രം. ഇംഗ്ലീഷും മലയാളം തമ്മിൽ ഒരു പ്രശ്നമില്ല, പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല, അതൊന്നുമില്ല. പക്ഷേ ഈ ആശയങ്ങളും സംസ്കാരങ്ങളും ഒക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതായത് ഈ ജനറേഷണൽ ഗ്യാപ്പ്. ഇത് മാറണമെങ്കിൽ ഇംഗ്ലീഷ് സർവീസ് തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ നമ്മളെല്ലാം ചെയ്തറിയാം. അമേരിക്കയിൽ ഞാനൊരു പാസ്റ്റാണല്ലോ ചർച്ചിൻ്റെ, കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആത്മാവ് പ്രവർത്തിച്ചാൽ മതിയെന്ന്. അതാ ഇവിടെ യോവേൽ പറയുന്നത്. കാലങ്ങൾ കൊണ്ട് ഹല്ലേലൂയ പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയായ തലമുറകൾ തമ്മിലുള്ള അന്തരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു മറുമരുന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. സഭയിൽ പ്രവചിക്കുന്ന പുത്രന്മാരും പുത്രിമാരും ഉണ്ടെങ്കിൽ അപ്പച്ചന്മാർക്ക് അമ്മച്ചിമാർക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ.
ഹല്ലേലൂയ. സഭയിൽ പ്രവചിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും പ്രശ്നവുമില്ല. ഇത് ഇല്ലാത്തതാ പ്രശ്നമെന്ന്. സ്തോത്രമല്ലേ. കാരണം ആത്മാവിൻ്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകും. ജഡത്തിൻ്റെ ഭാഷയാണ് മനസ്സിലാകാത്തത്. ആത്മാവിൻ്റെ ഭാഷയാണെങ്കിൽ യങ് ടു ദ ഓൾഡ് വി ആർ ഏബിൾ ടു ഡിസേൺ ഇറ്റ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. ഈ നാക്കോ കോൺഫറൻസ് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കേണ്ടതും ഉദ്ദേശിക്കേണ്ടതും കമ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും ഇത് തന്നെയാണ്. സഭകൾക്കകത്ത് അടുത്ത തലമുറ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. Hallelujah. I am not against the worship team. I am the part of the worship team. I encourage all the young people and their talents and gift. I praise God for that. My children also are in the front line in the worship team, everything. I thank God for that. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത് അതല്ലെന്ന് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ സ്വപ്നത്തിലെ തലമുറയാണ്. ഹല്ലേലൂയ. എൻ്റെ സ്വപ്നപ്രകാരമാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെങ്കിൽ അവിടെ തെറ്റി. നാം വളർത്തേണ്ടത് ദൈവത്തിൻ്റെ സ്വപ്നത്തിലെ തലമുറകളെയാണ്. ദൈവത്തിൻ്റെ സ്വപ്നത്തിലെ തലമുറകളാണ് പ്രവചിക്കുന്ന പുത്രന്മാർ, പ്രവചിക്കുന്ന പുത്രിമാർ. അത് ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണല്ലോ. ഒന്ന് സാവധാനം കേട്ടിരുന്നിട്ട് അല്പസമയം നമുക്ക് ഒടുവിൽ കൈയൊക്കെ ഒന്ന് കൊട്ടി പാട്ടൊക്കെ പാടണം, കുഴപ്പമില്ല. അവിടെ ഈ 120 പേരുടെ സംഘത്തിനകത്ത് ഒരു യൗവനക്കാരനായ സഹോദരൻ ഉണ്ടായിരുന്നു. പേര് ഫിലിപ്പോസ് എന്നാണ്. 120 പേരുടെ സംഘത്തിൽ താനും ഉണ്ടായിരുന്നു. കാത്തിരുന്ന് അഭിഷേകമൊക്കെ പ്രാപിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് മേശയിലെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തപ്പോഴും ഈ ഫിലിപ്പോസിനെ തിരഞ്ഞെടുത്തു. അന്നിവിടെ ഇപ്പോൾ ദൈവദാസം വായിച്ചല്ലോ, ഇൻ ദ വെരി ബിഗിനിങ് അല്ലിയ, ദ മാൻ ഓഫ് ഗോഡ് അല്ലിയ, ഡോക്ടർ ടോണി അല്ലിയ, ദൈവദാസം ഓർപ്പിച്ചല്ലോ അപ്പോസ്തലപ്രവൃത്തി 2:17. അത് പ്രസംഗിക്കുമ്പോൾ ഫിലിപ്പോസ് ഇങ്ങനെ ചെവി കൂർത്ത് കേട്ടോണ്ടിരുന്നു. അല്ലിയ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഈ ഒരു പ്രസംഗം കേട്ടിട്ട് ഇത്രയും ദിവസമായി അല്ലിയ വെനസ്ഡേ ഈവനിങ് തുടങ്ങിയ പാസ്റ്റേഴ്സ് കോൺഫറൻസ്, അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ തൊട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് എത്ര മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു, ഈ മെസ്സേജ് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. ഫിലിപ്പോസ് അങ്ങ് പ്രാർത്ഥിച്ചു. ഈ പത്രോസ് പറയുന്നു അല്ലിയ, യോവേൽ ഇങ്ങനെ പ്രവചിച്ചു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അത് സത്യമാണെങ്കിൽ എനിക്ക് ദൈവം ദാനമായി കുഞ്ഞുങ്ങളെ തന്നാൽ അവർ പ്രവാചകരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ക്യാൻ യു ഡ്രീം ലൈക്ക് ദാറ്റ്? ഹല്ലേലൂയ. ഉദരത്തിൽ ശിശുക്കളെ വഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലിയ കുഞ്ഞുങ്ങൾ ആൺമക്കളോ പെൺമക്കളോ അവർ വിവാഹരിതാകട്ടെ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എൻ്റെ മകൻ മകൾ പ്രവചിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന് തെളിവാണ് അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 21 വേഴ്സ് 8 and 9. അപ്പോസ്തലനായ പൗലോസും ലൂക്കോസും ഒക്കെ കൂടെ അല്ലല്ലേ മിഷണറി സന്ദേശമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ, ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്നു. ശമരിയ പട്ടണത്തെ കീഴ്മേൽ മറിച്ച ഉണർവ് പ്രാസംഗികൻ, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ണനെ ആത്മസ്നാനത്തിലേക്കും ജലസ്നാനത്തിലേക്കും നയിച്ച ഭക്തൻ, ആത്മാവ് എടുത്തുകൊണ്ടുപോയ ഭക്തനായ മനുഷ്യൻ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ അല്ലല്ലിയ എന്താ കണ്ടത്? ഫിലിപ്പോസിന് കന്യകമാരായ പ്രവചിക്കുന്ന 4 പുത്രിമാരുണ്ടായിരുന്നു. ഇറ്റ് വാസ് അമേസ്ഡ് സ്റ്റോറി. അതുകൊണ്ടാണ് ലൂക്കോസ് എന്ന വൈദ്യനായ ലൂക്കോസ് പൗലോസിൻ്റെ ചരിത്രം കുറിച്ചു വെക്കുമ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റിയില്ല. കാരണം അല്ലല്ലിയ, കൊതിച്ച പിതാവിൻ്റെ വീട്ടിൽ പ്രവചിക്കുന്ന മക്കളുണ്ടായെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. പല കൊതിക്കുന്ന പ്രവാചകല്ലിയ ദൈവദാസ, നിങ്ങളുടെ വീട്ടിൽ പ്രവാചകി ഉണ്ടാകും, നിന്റെ വീട്ടിൽ പ്രവാചകൻ ഉണ്ടാകും, നിങ്ങളുടെ വീട്ടിൽ പ്രവചിക്കുന്ന മക്കൾ ഉണ്ടാകും. എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാം, ഐ ഹാവ് ഡോക്ടേഴ്സ് ഇൻ മൈ ഹൗസ്, ഐ ഹാവ് എഞ്ചിനീയേഴ്സ്, ഐ ഹാവ് പ്രൊഫഷണൽസ്, ഐ ഹാവ് CEOs, ഐ ഹാവ് ഓൾ ദി എക്സിക്യൂട്ടീവ്സ് ഇൻ മൈ ബിയോണ്ട് ദാറ്റ് ഐ ക്യാൻ പ്രൊനൗൺസ് ദാറ്റ് വി ഹാവ് പ്രോഫറ്റ്സ് ഇൻ അവർ ഹൗസ്. ഇന്ന് രാത്രി എത്ര പേർ എഴുന്നേറ്റ് ആത്മാവിൽ പറയും? എത്ര പേർ കരമടിച്ചു പറയും, ഞങ്ങളുടെ സഭയിൽ പ്രവാചകനുണ്ട്, ഞങ്ങളുടെ സഭയിൽ പ്രവചിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. Can I introduce a worship team with you? നിങ്ങളെ ഒരു വർഷിപ്പ് ടീമിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. സ്തോത്രം. We know the worship team. We think that the people who are coming on the stage, Malayalam or English, hallelujah, playing all the keyboards, playing the guitar, yes, they are a worship team. There is no worship leaders in the Bible, only lead worshippers. അത് ഓർത്തോണം, ഇന്നൂടെ ഓർത്തോണല്ലിയ. ഒരു വർഷിപ്പ് ലീഡർമാരും ഇല്ല, ആരാധിക്കുന്നവർ മാത്രമേ ദൈവസഭയിലുള്ളൂ. പിന്നെ കഴിവുള്ളവർ, ഇപ്പം ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓടുന്നത് കൊണ്ട് ഞാൻ പാടുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി കഴിവുള്ളവരൊക്കെ ചെയ്തോട്ടെ, നല്ല കാര്യങ്ങളാണ്. പക്ഷേ അല്ലിയ 1 ദിനവൃത്താന്തം 25-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളവിടെ എന്താ കാണുന്നത്? അല്ലിയ,
ദാവീദിൻ്റെ കാലത്ത് ഹല്ലേലൂയ, ദാവീദും സൈനാധിപന്മാരോട് ചേർന്നിട്ട് നമുക്കൊരു വർഷിപ്പ് ടീം ഫോം ചെയ്യണമല്ലോ. അവർ കാര്യം ചെയ്യും, ചാക്കോച്ചാൻ്റെ മോനെ വിളിക്കാൻ നന്നായിട്ട് ഗിറ്റാർ വായിക്കാനറിയാം. നോ അല്ലേ, അവറാച്ചൻ്റെ മോളെ വിളിക്കുക, കിളി പോലത്തെ ശബ്ദമാണ്. അതൊന്നുമല്ല വേണ്ടത്. ഇതൊന്നും മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഐ ആം ഫോർ ദ ടാലൻറ്റ്, ഐ എൻകറേജ് ദ പീപ്പിൾ വിത്ത് ദ ഗിഫ്റ്റ് ആൻഡ് ടാലൻറ്റ്, നോ പ്രോബ്ലം. പക്ഷെ അവർ തീരുമാനിച്ചു, അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആസാഫിൻ്റെയും ഹേമാൻ്റെയും യദുദാനിൻ്റെയും മക്കളിൽ കിന്നരം കൊണ്ടും കൈത്താളം കൊണ്ടും പ്രവചിക്കുന്നവരെ ഞങ്ങൾക്ക് വേണം. റീബാന ഹതുരാധകന. ഇന്ന് രാത്രി കാലം എത്ര പേര് ഇത് പറയും? ഹല്ലേലൂയ. കിന്നരം കൊണ്ടും കൈത്താളം കൊണ്ടും ഡ്രംസ് വായിക്കുന്നവർ പ്രവചിക്കട്ടെ, ഗിറ്റാർ വായിക്കുന്നവർ പ്രവചിക്കട്ടെ, കീബോർഡ് വായിക്കുന്നവർ പ്രവചിക്കട്ടെ. ക്യാൻ യു ഡ്രീം എ ചർച്ച് ലൈക്ക് ദാറ്റ്? ഐ നോ, ഹല്ലേലൂയ, ഐ എം എ പാർട്ട് ഓഫ് എ ചർച്ച് family. There are a lot of members in my church also, but I dream every singers, every musicians, every pastors, every preachers, they prophesy. That doesn't mean saying few things. They proclaim the oracle of the Lord. പ്രവചിക്കാന്ന് പറഞ്ഞ് അന്യഭാഷ പറഞ്ഞിട്ട് പാപി പറയുന്ന പ്രവാചകന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചക ഗണങ്ങൾ സഭയിൽ എഴുന്നേൽക്കട്ടെ. ഇത് ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളെന്ന് ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുറിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൈവച്ചു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. They may not let you sometimes, hallelujah, because of the system of this land. ഹല്ലേലൂയ. എന്തിനാ ഡാഡി ഇങ്ങോട്ട് വന്നേ, മമ്മി ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ നിങ്ങൾക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ, ഈ മുറിയിൽ നിന്ന് പ്രവാചകൻ പുറത്തു വരണം. Tonight he is going to the bed as a hallelujah rebellion child, but tomorrow morning he will come out of his room as a prophet. എത്ര പേർ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പി പ്രവചിക്കാൻ തുടങ്ങും? ഇന്ന് രാത്രി എൻ്റെ മകൻ എൻ്റെ മകൾ പുറത്തു വരുന്നത് പ്രവാചകിയായി, അടുത്ത സൺഡേയിൽ പ്രവാചകിയായി. I mean it what I said. They will speak the word of God, they will sing the word of God. കാരണം ആത്മനിറവ് നമ്മെ വ്യത്യസ്തരാക്കി മാറ്റും. കഴുതയെ തേടി നടന്നവനെ പ്രവാചകനാക്കാമെങ്കിൽ ഹല്ലേലൂയ, സഭായോഗത്തിന് പോകുന്നവനെ എത്രയധികം. ശൗല് കഴുതയെ തേടി നടന്നവനല്ലേ? The spirit of the Lord came upon him and he turned into another man and he began to prophesy. അവൻ പ്രവചിക്കാൻ തുടങ്ങിയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രയും സൺഡേ സ്കൂൾ പഠിച്ചിട്ട്, ഇത്രയും യൂത്ത് ഫെലോഷിപ്പിൽ കൂടിയിട്ട്, ഇത്രയും മെസ്സേജ് കേട്ടിട്ട് കഴുതയെ തേടി നടന്നവനെ പ്രവാചകനാക്കാമെങ്കിൽ ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്ന, കുടുംബ പ്രാർത്ഥനയുള്ള വീട്ടിൽ വളർന്ന, കോൺഫറൻസുകളിൽ സംബന്ധിച്ച എൻ്റെ തലമുറ പ്രവാചകരായില്ലെങ്കിൽ പിന്നെ ആരാകും? ഹല്ലേലൂയ. ഈ കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോൾ അങ്ങനെ സ്വപ്നം കണ്ട് മടങ്ങിപ്പോയാട്ടെ. When I return to my home, hallelujah, my house will be called a house of prophecy. hallelujah. പ്രവചനങ്ങളുടെ നാട്. ഏലിയാവിൻ്റെ ഹല്ലേലൂയ പഴയ ബൈബിൾ കോളേജൊക്കെ 50-100 പേരൊക്കെ ഉള്ള പ്രവാചകശാലയായിരുന്നു. ദൈവം ട്രെയിനിങ് ദ പ്രോഫറ്റ്സിൽ. നമ്മളത് മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ട് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മകനെ മകളെ എന്ന് പറഞ്ഞ് അരിയാട്ടുന്ന പോലെ തലയെ പിടിച്ച് ആട്ടിയിട്ട് ദൂത് പറയുന്നത് മാത്രമല്ല പ്രവാചകൻ. അതുകൊണ്ട് ഇതിനകത്ത് കടന്നോട്ടെ, കുഴപ്പമില്ല, നമ്മളിതിനെ എല്ലാത്തിനെയും കുറയ്ക്കണ്ടല്ലോ. ഇതെല്ലാം ഇതിനകത്തുണ്ടെന്നേ, നമ്മളിതൊക്കെ ചെയ്യുന്നതാ. പക്ഷെ പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാവാണ്. ദൈവത്തിന് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നവൻ്റെ പേരാ വചനമിങ്ങനെ പറയുന്നു, വചനമിങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂട്ടം തലമുറയെ നമുക്ക് ആവശ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു ഭാഗം കൂടെ ഞാൻ ഓർപ്പിക്കാം. ഹല്ലേലൂയ. ചർച്ചിനകത്തുള്ള ശുശ്രൂഷകളെയൊക്കെ യുണൈറ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഒരു ചർച്ചല്ലേ, എല്ലാവർക്കും സീനിയർ പാസ്റ്റർ ആകാൻ പറ്റത്തില്ലല്ലോ. അതായത് കാലഘട്ടത്തിൽ ദൈവം ആക്കുന്നവരെ ആയിക്കോട്ടെ. സ്തോത്രം. എൻ്റെ കൂടെ ഹല്ലേലൂയ 10-12 പാസ്റ്റേഴ്സ്, 17 പാസ്റ്റേഴ്സ് ഞങ്ങളുടെ ചർച്ചിലുണ്ട്. എല്ലാവർക്കും ഓരോ കൃപയെ ദൈവം കൊടുത്തിരിക്കുന്നത്. സം ഓഫ് ദം ആർ പവർഫുൾ മിഷണറീസ്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ രാവിലെ നിന്ന് മിഷണറി ചലഞ്ചൊക്കെ നടത്തിയ ദൈവദാസന്മാരെ കാണുമ്പോൾ ഐ സല്യൂട്ട് ദം. കാരണം ഞാനും വർഷത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു മിഷൻ ഫീൽഡിലൊക്കെ താമസിച്ച് ശുശ്രൂഷിക്കാന്നൊക്കെ പറഞ്ഞത് ഇച്ചിരി കട്ടിയുള്ള കാര്യമൊക്കെയാണ് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവർക്കും ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്. ദൈവദാസൻ രാവിലെ ഓർപ്പിച്ചു, പക്ഷേ എല്ലാവർക്കും ഒരേ ആത്മാവാണ്. അപ്പോൾ ഈ ശുശ്രൂഷകന്മാരൊക്കെ അപ്പോൾ സഭയിൽ ആരാ വലുത്? പാസ്റ്ററാണോ, ടീച്ചറാണോ, അപ്പോസ്തലനാണോ? ഹല്ലേലൂയ. ആരാ വലുത്? ആരും വലുതല്ല. എല്ലാവർക്കും ഒരേ കൃപാകരയും താലന്തും ഒക്കെ ദൈവം തന്നിരിക്കുന്നു. ഇത് തിരിച്ചറിയണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കൂടെ ചേർന്നോ പ്രസംഗർ അവർ വലുതാ, പ്രവാചകനാണോ അവർ വലുത്, പ്രോഗ്രാം അവർക്കുള്ളത്. അല്ലല്ല. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെ. അത് നമ്മളെ ഒന്നാക്കിക്കണം. ദൈവസഭയ്ക്കകത്തുള്ള ഈ ശുശ്രൂഷയുടെ അന്തരം മാറ്റണം. അപ്പോൾ തന്നെ ദൈവസഭയ്ക്കകത്ത് ഒരു മിനിസ്ട്രി ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്നത് കേട്ടു, ദൈവദാസന്മാർ പറയുന്നത് കേട്ടു. അനീഷ് പാസ്റ്റർ വന്നു രാവിലെ പറഞ്ഞല്ലേ, ഞാനൊരു പാസ്റ്ററുടെ പാസ്റ്റേജ് വളർന്നൊരു ദൈവദാസനാണ്.
അപ്പോൾ ഈ പ്രവാചകന്മാരെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? ഇവർ നമ്മുടെ പാപങ്ങളൊക്കെ വെളിപ്പെടുത്തും. അപ്പനും അമ്മയൊക്കെ പറയും, മോനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, അല്ലെങ്കിൽ ഇവർ പാപങ്ങളൊക്കെ എന്തോ പാപമാണ് കളിച്ച്, ഈ ഗോലി കളിച്ചതൊക്കെ നമ്മുടെ പാപം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പേടിയായിരുന്നു, ഭയപ്പെട്ടിങ്ങനെ ഇരിക്കും, പ്രവാചകൻ ദൂത് പറയുമെന്നൊക്കെ ഓർത്തോണ്ട്. ഇന്ന് ആർക്ക് എവിടെ ഭയം? ഹല്ലേലൂയ. പ്രവാചകനും ദൈവത്തെ ഭയമില്ല, കേൾക്കുന്നവർക്കും ദൈവത്തെ ഭയമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവസഭയ്ക്കകത്ത് പ്രവാചകന്മാരും ശുശ്രൂഷകളും ഡെവലപ്പ് ചെയ്യണം. That is the role of the pastor. That is the role of all this conference and committee. We need to develop the spiritual ministries in the church. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, കുഞ്ഞൊരു കാര്യം, നീ എഫെസോസ് സഭയുടെ പാസ്റ്ററായിട്ട് പോകാൻ പോകുക, കുഴപ്പമൊന്നും പറ്റത്തില്ല, യങ് പാസ്റ്ററാണ്. അവിടെ വളരെ ഈ എഫെസോസിൻ്റെ ആഭിചാരവും മന്ത്രവാദവും ഒക്കെ കഴിഞ്ഞിങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വന്നവരാണ്. സ്വഭാവം മാറിയെങ്കിലും ദേശശക്തികളുടെ വ്യാപാരം ആ പട്ടണത്തിലുണ്ട്. അവിടെ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ ജ്വലിപ്പിച്ചോണം. അതിൻ്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. കൃപാവരം ഉണ്ട്, ഇപ്പം അവൻ ജ്വലിപ്പിക്കുന്നില്ലെന്നല്ലേ അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. ഐ ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ബൈ ഐ ആം നോട്ട് ഓപ്പറേറ്റിംഗ് ഇറ്റ്. പണ്ട് ഹല്ലേലൂയ 3 കുഞ്ഞുങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഒരു കഥയല്ലേ, കേട്ട സന്തോഷമായിട്ട് ഉറക്കം പോയിക്കോട്ടെ. ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 2 ഡോക്ടർമാരുടെ മക്കൾ തന്നെ പറഞ്ഞു, മൈ ഡാഡ് ഈസ് എ ഡോക്ടർ ഹല്ലേലൂയ ആൻഡ് ഹീ പ്രാക്ടീസ് മെഡിസിൻ ഓൾ ദ ടൈം. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഡോക്ടർ എത്രാമത്തെ വയസ്സിൽ എന്ത് ചെയ്തിരിക്കും? മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ അറ്റോർണിയുടെ മക്കൾ പറഞ്ഞു, മൈ ഡാഡ് ഈസ് എൻ അറ്റോർണി, ഹീ പ്രാക്ടീസ് ഇൻ ദ കോർട്ട്. അപ്പോൾ പാസ്റ്റർ മോൻ പറഞ്ഞു, മൈ ഡാഡ് ഈസ് എ പാസ്റ്റർ, ഹീ നെവർ പ്രാക്ടീസ് വാട്ട് ഹി പ്രീച്ച്. അതാണ് നമ്മുടെ കാലഘട്ടം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും അവരെല്ലാം എന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ പിന്നെ ജീവിതകാലത്ത് പ്രാക്ടീസ് ചെയ്യത്തില്ല. ദൈവസഭയ്ക്കകത്ത് കൃപാവരം പ്രാക്ടീസ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് ഫാൻ ഇൻടു ഫ്ലെയിം, കൃപാവരത്തെ ജ്വലിപ്പിക്കണമെന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അടുക്ക വന്ന് ഞാൻ തലേ കൈവച്ച് പറഞ്ഞ് നിങ്ങൾ സമ്മതിച്ചേക്കാം. പക്ഷേ വിരൽ ചൂണ്ടി പറയുന്നു, പ്രവചനമുള്ള പലരും ഇന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ദർശനം കണ്ട പലരും ദർശനം മങ്ങിച്ചിരിക്കുക. പടക്കുതിരയെ പോലെ പാഞ്ഞ പലരും ഇന്ന് ഒച്ചിനെ പോലെ ഇഴയുക. ഈ കോൺഫറൻസിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. കണ്ണടച്ചാൽ ഹല്ലേലൂയ ദർശനവും വെളിപ്പാടും ഉണ്ടായിരുന്ന ദൈവദാസന്മാരെ ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപാവരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം അതിനെ ഒന്ന് ഊതിക്കത്തിക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഫാൻ ഇൻടു ഫ്ലെയിം. ഇന്ന് രാത്രി ചില കൃപാവരങ്ങൾ നിങ്ങൾ ജ്വലിപ്പിച്ചേ മതിയാകും. അതിനെന്ത് ചെയ്യണം? സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഒന്ന് ധ്യാനിച്ചിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. സ്തോത്രം. ശമൂവേലിന് ഭയങ്കര വിഷമമായിരുന്നു. ലാസ്റ്റ് പോയിന്റ് ഞാൻ വിടുക. ശമൂവേലിന് ഭയങ്കര വിഷമം. കാരണം ഈ രാജാവായ ശൗലിനെ ഞാൻ അഭിഷേകിച്ചു. നമ്മൾ ഈ പ്രാർത്ഥിച്ച് കൃപയെ കൊണ്ടുവന്നവർ പിന്മാറ്റത്തിൽ പോയാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇവനെ ഞാൻ കട്ടപ്പെട്ട ഹല്ലേലൂയ കാളയുടെ കാലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഭാഗം പൊരിച്ചു കൊടുത്തത് ആർക്കാ? ശൗലിന്. നടുന്നുണ്ടോ കൈ സ്വോത്രാജം പോലെ പൈസ ഇല്ല. പിന്നെ ദാസൻ പിന്നെ എടുക്കാനായിരുന്നു. പുള്ളി എവിടെ പോയാലും സ്വോത്രാജം കൊണ്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് പുള്ളി സ്വോത്രാജം എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു ആർക്ക് വേണ്ടി കൊടുത്തു? ശൗലിന് വേണ്ടി കൊടുത്തു. ഇവനെ ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ശൗല് പറഞ്ഞു, സ്തോത്രം, പിന്നെ രാജാവൊക്കെ ആക്കി കഴിഞ്ഞു. വലിയ കാരണം എല്ലാവരൊക്കെ ഇസ്രായേൽ 6 കൂട്ടത്തിൽ നിന്നാൽ എന്തുകൊണ്ട്? കാരണം ഇവിടെ നിന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഞാൻ കണ്ടതില്ല. ഹല്ലേലൂയ. അതിനെക്കാട്ട് നിങ്ങളുണ്ട് ആർക്ക്? ശൗലിന് നിങ്ങളുണ്ട്. എല്ലാവരെക്കാട്ടി തോൾ മുതൽ പൊക്കം കൂടുതലാണ് ശൗലിന്. പുള്ളിക്ക് 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, there was a time that you felt yourself small in your own eyes. നിൻ്റെ കണ്ണിൽ നീ തന്നെ ചെറുതായി വരുന്ന കാലഘട്ടം നിനക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അധികാരം അവകാശമൊക്കെ കിട്ടി, ആളും പേരും ഒക്കെ ആയി, കാശും പുത്തനും ഒക്കെ ആയപ്പം പുള്ളിയുടെ അങ്ങ് മാറി. ഈ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി. 1 സാമുവേൽ chapter 16 verse 1 and 2. അതോടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി സന്ദേശം നിങ്ങൾക്ക് ഞാൻ കൈമാറുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. പ്രൈസ് ഗോഡ്. വാട്ട് വി നീഡ് ടു ഡു ഹല്ലേലൂയ ടു ഓപ്പറേറ്റ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വരം ഹല്ലേലൂയ പ്രാക്ടീസ് ചെയ്യുവാൻ, സഭയിൽ കൊണ്ടുവരുവാൻ എന്ത് ചെയ്യണം? പുള്ളിക്ക് അങ്ങ് ഭയങ്കര വിഷമമാണ്. ദൈവം വിളിച്ചു ചോദിച്ചു, ശമൂവേൽ എന്ത് എത്രത്തോളം ദുഃഖിച്ചുകൊണ്ട് ഇരിക്കും? സ്തോത്രം. എന്താ നമ്മുടെ ദുഃഖം? അതുകൊണ്ട് ഇന്ന് രാത്രി അറിയണ്ടേ. ഇന്നലെ രാത്രി ദൈവദാസന്മാർ ഇവിടെ ഓർപ്പിച്ചു. എനിക്ക് തോന്നുന്നില്ല ഈ ചർച്ചിന് ദൈവദാസന്മാർ ഓർപ്പിച്ചു. എന്താ നമ്മുടെ ദുഃഖം? നമ്മുടെ ദുഃഖം ഹല്ലേലൂയ അതും ഇതുമൊക്കെ പറഞ്ഞ ഇവിടെ ഇവൻ്റെ ദുഃഖം ദൈവസഭയുടെ തലപ്പത്ത് കൃപയുള്ളവരില്ലെന്നുള്ള ദുഃഖമാണ്. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ. കൃപാവരം നഷ്ടപ്പെടുത്തിയ ഒരു കൂട്ടം മുന്നണി പോരാളികളുടെ നാട്ടിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി കരയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പണ്ടത്തെ പോലുള്ള ഒരു നല്ല കാലം ഞങ്ങൾക്ക് വേണം.
അല്ലെങ്കിൽ പ്രവചിക്കുന്ന, സ്വപ്നം കാണുന്ന പ്രവാചകന്മാർ, ദർശനം കാണുന്ന മാതാപിതാക്കൾ, അഭിഷേകത്തിൻ്റെ നിറവുള്ള ദൈവദാസന്മാർ, വിരൽ ചൂണ്ടി പ്രവചിക്കുന്നവർ, രോഗികളെ സൗഖ്യമാക്കുന്ന, പട്ടണഭൂതങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന അഭിഷിക്തന്മാരുടെ സംഘം വീണ്ടും ദൈവസഭയുടെ സ്വത്തായി മാറണം. എത്രത്തോളം കരഞ്ഞുകൊണ്ടിരിക്കും? എത്രത്തോളം കരഞ്ഞുകൊണ്ടിരിക്കും? സ്റ്റോപ്പ് ക്രൈയിങ് ആൻഡ് വീപ്പിംഗ്. രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, വി ക്യാൻ ഹാവ് അനദർ കോൺഫറൻസ്, വി ക്യാൻ ഹാവ് ഓൾ ദ പാസ്റ്റേഴ്സ് കോൺഫറൻസ്, ഓൾ ദ സെമിനാർ, ഓൾ ദ hallelujah sessions we can have, but tonight the spirit of the Lord encouraging. I am appreciate that I am the part of that. I am refreshed tonight because of the message that I heard. അതെല്ലാം നല്ലതാണ്. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് ശമൂവേലിനോട് പറഞ്ഞു, fill your horn again with oil. നിന്റെ തൈലക്കൊമ്പിൽ വീണ്ടും തൈലം നിറയ്ക്കുക. There is no other remedy. ഇന്ന് രാത്രി എൻ്റെ ദൂതുകളുടെ സമാപ്ത സമയത്തേക്ക് വരികയാണ്. ദൈവസഭയുടെ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, വേറൊന്നും ചെയ്യാനില്ല, കൊമ്പിൽ തൈലം നിറച്ചാട്ടെ. ഹല്ലേലൂയ. A spirit-filled preacher can preach better. A spirit-filled engineer can build better. A spiritual doctor can treat better. A spiritual teacher can teach better. You can add with your profession a spirit-filled life. That will make a difference. ഇന്ന് രാത്രികാലം ആത്മനിറവുള്ളവർ വ്യത്യസ്തരായിരിക്കും. അഭിഷേക തൈലം തലയിൽ വീണ പുരോഹിതൻ അവൻ വ്യത്യസ്തനായിരിക്കും. അഭിഷേകത്തിന്റെ നിറവുള്ളവർ അവർ വ്യത്യസ്തരായിരിക്കും. ഇന്ന് രാത്രികാലം സഭയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ശമൂവേലേ, വേറെ മാർഗമില്ല. ഫിൽ യുവർ ഹോൺ അഗൈൻ വിത്ത് ഓയിൽ. ഇന്ന് രാത്രികാലം നിന്റെ കൊമ്പുകളിൽ വീണ്ടും തൈലം നിറയ്ക്കുക. ഐ എൻകറേജ് ഓൾ ദ സർവൻസ് ഓഫ് ഗോഡ്. ഐ എൻകറേജ് ഓൾ ദ സിസ്റ്റേഴ്സ്. ഐ എൻകറേജ് ഓൾ ദ ബ്രദേഴ്സ്. യു വാണ്ട് ടു ചേഞ്ച്, യു വാണ്ട് ടു സീ എ ഡിഫറൻസ്, ഇഫ് യു വാണ്ട് ടു ബി എ ട്രാൻസ്ഫോർമേഷൻ, ഇഫ് യു വാണ്ട് ടു ബി എ റാഡിക്കൽ ചേഞ്ച് ഇൻ യുവർ മിനിസ്ട്രി, ഇൻ യുവർ ഫാമിലി, ഫിൽ യുവർ ഹോൺ, ഫിൽ യുവർ മിനിസ്ട്രി, ഫിൽ യുവർ ഐസ്, ഫിൽ യുവർ ടങ്, ഫിൽ യുവർ ലൈഫ്, ഫിൽ യുവർ ചർച്ച് അഗൈൻ വിത്ത് ദ ഓയിൽ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി തയ്യാറാകും? ഹല്ലേലൂയ. എൻ്റെ കൊമ്പുകളിൽ വീണ്ടും തൈലം നിറയാൻ പോകുന്നു. എൻ്റെ കൊമ്പുകളിൽ വീണ്ടും തൈലം നിറയാൻ പോകുന്നു. എൻ്റെ ആദരത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു ആത്മനിറവ്, എൻ്റെ കണ്ണുകളിൽ ഇന്നുവരെ കാണാത്ത ഒരു ആത്മനിറവ്, എൻ്റെ ചെവിയിൽ ഇന്നുവരെ കേൾക്കാത്ത ദൈവശബ്ദങ്ങൾ, എൻ്റെ ഹൃദയത്തിനകത്ത് ഇന്നുവരെ വെളിപ്പെടാത്ത ആത്മാവിൻ്റെ ദൂതുകൾ, എൻ്റെ കാലുകൾക്ക് ഇന്നുവരെ ഇല്ലാത്ത വേഗത, എൻ്റെ കൈകൾക്ക് ഇന്നുവരെ ഇല്ലാത്ത ചടുലത, എൻ്റെ ചിന്തകൾക്ക് ഇന്നുവരെ ഇല്ലാത്ത മാറ്റം. എന്താ കാരണം? എൻ്റെ കൊമ്പുകളിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ എണ്ണ ഒഴുകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്ന് രാത്രികാലം എൻ്റെ കൊമ്പുകളിൽ വീണ്ടും തൈലം നിറയണം. അല്പസമയം നാം പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റാൻ പോകുകയാണ്. എവരിബഡി ബിഗിൻ ടു പ്രൈസ് ഗോഡ്. എവരിബഡി ബിഗിൻ ടു വർഷിപ്പ് ദ ലോർഡ്. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി കർത്താവേ, എൻ്റെ കൊമ്പിൽ വീണ്ടും തൈലം നിറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വറ്റി വരേണ്ട കൊമ്പുകൾ, ഉണങ്ങി വരേണ്ട കൊമ്പുകൾ, അതും കണ്ട് ഇതും കേട്ട്, അവർ പറഞ്ഞതും കേട്ട് ഇവർ പറഞ്ഞതും കേട്ട്, ശുശ്രൂഷയിലുണ്ടായ വൈതരണികൾ നിമിത്തം, കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മണ്ഡലത്തിലുണ്ടായ പ്രതിസന്ധികൾ, ഹല്ലേലൂയ, നിമിത്തം വറ്റി വരണ്ടുപോയ ചില കൊമ്പുകൾ ഇന്ന് രാത്രി തൈലം കൊണ്ട് വീണ്ടും നിറയപ്പെടണം. പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ. രാവിലെ ദൈവദാസം ഓർപ്പിച്ചു, ദാഹിക്കുന്നവരിങ്ങോട്ട് വരട്ടെ. നല്ല കാര്യം, ദാഹം തീർത്തിട്ട് പോകാം. പക്ഷേ വിശ്വസിക്കാൻ തയ്യാറാണോ? ഇഫ് യു ക്യാൻ റിമൈൻ ലിറ്റിൽ മോർ ടൈം, ഇഫ് യു ആർ റെഡി ടു ടാരി ലിറ്റിൽ മോർ അവേഴ്സ്, നിങ്ങളുടെ അകത്തു നിന്ന് ആത്മാവിൻ്റെ നദി ഒഴുകും. ഒരു കപ്പ് വെള്ളം മതിയെങ്കിൽ വരിക, പോകുക. നദിയായി മാറണമോ?